അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ക്ലാസുകളിൽ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠഭാഗത്ത് ഹജ്ജിന്റെ ഫർളുകൾ അഥവാ റുക്നുകളെ സംബന്ധിച്ച് പറയപ്പെട്ടു. ഹജ്ജിന്റെ റുക്നുകൾ, ഫർളുകൾ 4 ഇഹ്റാം, ത്വവാഫ്, സഈ, അറഫയിൽ നിൽക്കൽ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജിന്റെ വാജിബാത്തുകളാണ്. വാജിബും ഫർളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഫർളുകളിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും എടുക്കുക തന്നെ ചെയ്യണം. ഫർളുകളിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിച്ച് ചെയ്യുക തന്നെ വേണം. ഹജ്ജ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന വാജിബുകളിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഹജ്ജ് നമുക്ക് നഷ്ടപ്പെടുകയില്ല, മറിച്ച് പ്രായശ്ചിത്തം നൽകി നമുക്കത് പരിഹരിക്കാവുന്നതാണ്. ഹജ്ജ് നമ്മുടെ സ്വീകാര്യമാവുന്നതാണ്, സ്വഹീഹാകുന്നതാണ്. ഒന്നാമത്തെ വാജിബ് ഇഹ്റാം മീഖാത്തിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു, ഒരു നിയ്യത്ത് ചെയ്യുക അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുക. ഇത് മക്കത്ത് ചെന്നെത്തിയിട്ട് ചെയ്താൽ പോരാ, നമ്മുടെ നാട്ടിൽ നിന്നും ചെയ്താൽ പോരാ, മറിച്ച് ഇതിന് ഓരോ നിശ്ചിത സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഹുന്ന ലഹുന്ന വലിമൻ അതാ അലൈഹിന്ന മിൻ ഗൈരിഹിന്ന മിമ്മൻ അറാദൽ ഹജ്ജ വൽ ഉംറ. അഥവാ ആ സ്ഥലങ്ങൾ ഹജ്ജിനും ഉംറക്കും ഉദ്ദേശിച്ചിട്ട് കടന്നു വരുന്ന ആ നാട്ടുകാർക്കുള്ളതും ആ നാട്ടിലൂടെ കടന്നു വരുന്നവർക്കും ഉള്ളതുമാണ്. വാജിബായ കാര്യത്തിൽ രണ്ടാമത്തത് അറഫയിൽ ഗുറൂബ് വരെ നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അറഫയിൽ നിൽക്കൽ നിർബന്ധമായ ഒരു ഘടകമാണ്, ഫർളാണ്, റുക്നാണ്. ആ റുക്കിന് സവാല് മുതൽ മഗ്രിബ് വരെ നിൽക്കാം, അതല്ല എങ്കിൽ രാത്രിയും നിൽക്കാം. രാത്രി നിൽക്കുന്ന ആളെ സംബന്ധിച്ച് അല്പനേരം നിന്നാൽ മാത്രം മതിയാകുന്നതാണ്. എന്നാൽ സവാലിന് ശേഷം അഥവാ ഉച്ചയ്ക്ക് ശേഷം നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗ്രിബ് വരെ നിൽക്കണം, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിൽക്കണം. സൂര്യൻ അസ്തമിച്ച ഉടനെ തന്നെ അവിടെ നമസ്കരിക്കാതെ നേരെ മുസ്ദലിഫയിലേക്ക് തിരിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരാൾ അറഫയിൽ നിന്നും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ മക്കയിൽ ബലിയർത്ത് കൊടുക്കൽ അയാളുടെ മേൽ നിർബന്ധമാകുന്നതാണ്. ഇതുകൊണ്ട് ഇത് വാജിബാണെന്ന് മനസ്സിലാകുന്നു. മൂന്നാമത്തെ വാജിബ് മുസ്ദലിഫയിൽ രാപാർക്കുക എന്നുള്ളതാണ്. അഥവാ ദുൽഹജ്ജ് 9 അന്ന് രാത്രി, ദുൽഹജ്ജ് 10-ാം രാവ് അറഫയിൽ നിന്ന് പുറപ്പെട്ടു പോയതിനു ശേഷം നേരെ മുസ്ദലിഫയിൽ രാപാർക്കുക എന്നുള്ളതാണ്. മുസ്ദലിഫയിൽ രാപാർക്കൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കാൻ കാരണം, ബലഹീനരായ ആളുകളോട് പോലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അല്പനേരമെങ്കിലും മുസ്ദലിഫയിൽ കഴിഞ്ഞിട്ട് മാത്രമേ മുസ്ദലിഫ വിട്ടു പോകാവൂ എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതുകൊണ്ട് മുസ്ദലിഫയിൽ രാപാർക്കുക എന്നുള്ളത് വാജിബായ കാര്യത്തിൽപ്പെട്ടതാണ്. അറഫയിൽ നിന്നും നമ്മൾ മഗ്രിബും ഇശാവും നമസ്കരിക്കാതെ നേരെ മുസ്ദലിഫയിൽ ചെന്നിട്ടാണ് നമസ്കരിക്കേണ്ടത്. ജംഉം ഖസ്റുമായിട്ട് മുസ്ദലിഫയിൽ ചെന്നിട്ടാണ് നമസ്കരിക്കേണ്ടത്. വാജിബുകളിൽ 4ാമത്തെ കാര്യം, ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസം മുതൽ പിന്നീട് നമ്മൾ താമസിക്കേണ്ടത് മിനയിലാണ്. മിനയിൽ ദുൽഹജ്ജ് 11-നും 12-നും, 12-ന് പോകാത്ത ആളുകൾ 13-നും മിനയിൽ തന്നെ കഴിഞ്ഞുകൂടി മിനയിൽ നിന്നും കല്ലെറിഞ്ഞതിന് ശേഷം മാത്രമേ മിന വിട്ടു പോകാവൂ. 12 കല്ലെറിഞ്ഞ് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 12-ന്റെ മഗ്രിബിന് മുമ്പ് തന്നെ മിന വിട്ടു പോകേണ്ടതാണ്. വാജിബായ കാര്യങ്ങളിൽ 5ാമത്തത് ജംറയിൽ കല്ലെറിയുക എന്നുള്ളതാണ്. ജംറയിൽ കല്ലെറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വവാഫ് ചെയ്യുന്നതും സഈ ചെയ്യുന്നതും ജംറയിൽ കല്ലെറിയുന്നതും എല്ലാം ഇബാദത്താണ്. മിൻ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്ർ, സ്മരണ നിലനിർത്തുന്ന കാര്യങ്ങളാണ്. സാധാരണ ആളുകൾ അവിടെ ചെരുപ്പെറിയുക, അല്ലെങ്കിൽ വലിയ വലിയ കല്ലുകൾ കൊണ്ടെറിയുക, അല്ലെങ്കിൽ മരക്കഷ്ണം കൊണ്ടെറിയുക, ഇത് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ കർമ്മത്തിന് വിരുദ്ധമായ കാര്യമാണ്. കല്ല് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ചെറിയ കല്ലെടുത്താൽ മാത്രം മതിയാകുന്നതാണ്. പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നമുക്ക് 7 കല്ലുകളാണ് എറിയാനുള്ളത്. അതും ജംറത്തുൽ അഖബയിൽ അഥവാ ഏറ്റവും വലിയ ജംറത്തുൽ കുബ്ര എന്ന് പറയും, മക്കയോട് അടുത്ത് നിൽക്കുന്ന ജംറയിലാണ്. നമ്മൾ ആദ്യം പോകുമ്പോൾ ജംറത്തുൽ സുഗ്റ വരും, പിന്നീട് ജംറത്തുൽ വുസ്ത വരും, പിന്നീട് ജംറത്തുൽ അഖബ അല്ലെങ്കിൽ കുബ്ര വരും. അവിടെയാണ് 1ാമത്തെയും 2ാമത്തെയും ജംറ വിട്ട് 3ാമത്തെ ജംറയിലാണ്, മക്കയോട് കഅബയോട് അടുത്ത് നിൽക്കുന്ന ജംറയിലാണ് നമ്മൾ കല്ലെറിയേണ്ടത്. പെരുന്നാൾ ദിവസത്തിന് ശേഷമുള്ള അയ്യാമു തശ്രീഖിന്റെ 1ാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഈ 3-നും കല്ലെറിയണം. പെരുന്നാൾ കഴിഞ്ഞ് അയ്യാമു തശ്രീഖിന്റെ 1ാമത്തെ ദിവസം അഥവാ ദുൽഹജ്ജ് 11-ന്റെ അന്ന് ആദ്യം ജംറത്തു സുഗ്റയിൽ 7 കല്ലെറിയണം.
ഓരോ കല്ലെറിയുമ്പോഴും നമ്മൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയേണ്ടത്. ജംറയിൽ എറിയുമ്പോൾ വിശാലമായ സ്തൂപമാണ് അതിന്റെ ഏറ്റവും മധ്യഭാഗത്ത് പോയി നിൽക്കുക. അഥവാ ജംറയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ഇടത് ഭാഗത്ത് കഅബ വരുന്ന രീതിയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് 7 കല്ലെറിഞ്ഞതിന് ശേഷം ഒരല്പം മുന്നോട്ട് നീങ്ങി വലതുഭാഗത്ത് നിന്ന് ദുആ ചെയ്യണം. രണ്ടാമത് ഇതേപോലെ തന്നെ സ്തൂപത്തിന് നേരെ നിന്നുകൊണ്ട് കഅബയെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് രണ്ടാമത്തെ ജംറയിലും ഇതുപോലെ തന്നെ 7 കല്ലെറിയണം. കല്ലെറിഞ്ഞുകൊണ്ട് ഇടതുഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് ദുആ ചെയ്യുക. മൂന്നാമത്തെ ജംറയിൽ ജംറത്തുൽ അഖബയിൽ ഇപ്രകാരം തന്നെ കഅബയെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് സ്തൂപത്തിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് 7 കല്ലുകൾ എറിയുക. ഓരോ കല്ലുകൾ എറിയുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയേണ്ടത്. ഓരോ ജംറകളിലും എറിയാനുള്ള 7 കല്ലുകൾ നമ്മൾ പ്രത്യേകം കരുതിയിരിക്കണം. 7 കല്ലുകൾ മാത്രമാണ് എറിയേണ്ടത്. 8 എറിയുന്നതും 6 എറിയുന്നതും സുന്നത്തിന് വിരുദ്ധമാണ്. കല്ലുകൾ എറിയുമ്പോൾ സ്തൂപത്തിന് നേർക്കാണ് എറിയേണ്ടത്. സ്തൂപത്തിൽ കൊണ്ടിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് താഴെ വീഴുമ്പോൾ ആ സ്തൂപത്തിൽ പതിയും. അതേ അവസരത്തിൽ ആ സ്തൂപത്തിന്റെ ആ കെട്ടുകൾക്ക് പുറത്താണ് വീഴുന്നതെങ്കിൽ ആ എറി നമ്മൾ മാറ്റി എറിയണം. അങ്ങനെ 7 കല്ലുകൾ മാത്രമായിരിക്കണം ആ സ്തൂപത്തിനകത്ത് വീഴേണ്ടത്. വാജിബുകളിൽ 6ാമത്തത് മുടി കളയുക എന്നുള്ളതാണ്. ഹൽക്ക് അല്ലെങ്കിൽ തഖ്സീർ, ഒന്നിക്കിൽ മുടി പൂർണ്ണമായിട്ട് മുണ്ടനം ചെയ്യാം, അതല്ലെങ്കിൽ മുടി ചുരുക്കുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സ്ത്രീകൾക്ക് പൂർണ്ണമായി മുണ്ടനം ചെയ്യുന്നത് സുന്നത്തില്ല. അവർ മുടിയുടെ ഏറ്റവും അഗ്രഭാഗത്ത് നിന്ന് ചെറിയൊരു കഷ്ണം മുടിക്കുക മാത്രം മതിയാകുന്നതാണ്. ഈ മുടി കളയേണ്ടത് ദുൽഹജ്ജ് 10ന്റെ അന്ന് 2 കർമ്മങ്ങൾക്ക് ശേഷമാണ്. ദുൽഹജ്ജ് 10ന്റെ അന്ന് 5 കർമ്മങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 2 മുടി കളയാവുന്നതാണ്. മുടി കളയുന്നതോടുകൂടി തന്നെ 1ാമത്തെ തഹല്ലുൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. അഥവാ നമുക്ക് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദനീയമാകുന്നതാണ്. അഥവാ തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാം, നമുക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാം. ഇഹ്റാമിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ തടയപ്പെട്ടുവോ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം പാടില്ല എന്ന് മാത്രം. വാജിബുകളിൽ 7ാമത്തത് തവാഫുൽ വിദാ ആണ്. തവാഫുൽ വിദാ ഏറ്റവും അവസാനത്തെ കർമ്മമായിട്ടാണ് ചെയ്യേണ്ടത്. ഹജ്ജിന്റെ ഇഫാദയുടെ തവാഫ് ഒരാൾ പെരുന്നാൾ ദിവസം അഥവാ ദുൽഹജ്ജ് 10ന്റെ അന്ന് നിർവഹിച്ചിട്ടില്ല എങ്കിൽ 11നോ 12നോ നിർവഹിക്കാം. ഇനി ബലഹീനരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവാഫുൽ വിദാഉം തവാഫുൽ ഇഫാദയും രണ്ടും കൂടി ഒന്നിച്ച് ഏറ്റവും അവസാനത്തെ കർമ്മമായി ചെയ്താലും മതിയാകുന്നതാണ്. തവാഫുൽ വിദാ എന്നുള്ളത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വാജിബായ തവാഫാണ്. തവാഫുൽ ഖുദൂം എന്നുള്ളത് മക്കയിലേക്ക് കടന്നു വരുമ്പോഴുള്ള തവാഫും മക്കയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ചെയ്യുന്ന തവാഫാണ് തവാഫുൽ വിദാ. മക്കയിൽ എന്താവശ്യത്തിന് വേണ്ടി വന്നാലും ഖുദൂമിന്റെ തവാഫും വിദാഇന്റെ തവാഫും സുന്നത്താണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ഹദീസിന്റെ ശരിയായ പിൻബലമില്ല. എന്നാൽ ഉംറ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തവാഫിന്റെ ഖുദൂമിന്റെ തവാഫും വിദാഇന്റെ തവാഫും സുന്നത്താണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വിദാഇന്റെ തവാഫ് നിർബന്ധവുമാണ്. ഈ 7 കാര്യങ്ങളാണ് ഹജ്ജിന്റെ വാജിബാത്തുകൾ. ഈ വാജിബാത്തുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബലിയർത്ത് കൊടുക്കൽ അയാളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഇനി ഹജ്ജിന്റെ സുന്നത്തുകൾ പറയുകയാണെങ്കിൽ ഹജ്ജിന്റെ സുന്നത്തുകൾ ഇഹ്റാമുമായി ബന്ധപ്പെട്ടതാണ്. ചിലത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി കുളിക്കുക, അപ്രകാരം തന്നെ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക, വെളുത്ത ഉടുമുണ്ടും വെളുത്ത മേൽവസ്ത്രവും ധരിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ജംറത്തുൽ അഖബയിൽ ദുൽഹജ്ജ് 10ന്റെ അന്ന് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നത് വരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, അഥവാ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഹജ്ജ് മാത്രം ചെയ്യുന്നവരും ഖിറാനിന്റെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കും ഖുദൂമിന്റെ തവാഫ് നിർവഹിക്കുക, ഇത് സുന്നത്താണ്. തവാഫിന്റെ ആദ്യത്തെ 3 ചുറ്റലിൽ റംല് നടത്തം അഥവാ ഒരൽപ്പം ധൃതിയിൽ ഓടുന്ന രീതിയിൽ നടക്കൽ സുന്നത്താണ്. ഇൽത്തിബാഅ് സുന്നത്താണ്, അഥവാ വലത് കൈയിന്റെ തോള് വെളിവാക്കിക്കൊണ്ട് കക്ഷത്തിന്റെ അടിയിലൂടെ മേൽമുണ്ട് ധരിക്കൽ സുന്നത്താണ്. അറഫയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അഥവാ ദുൽഹജ്ജ് 8ന്റെ അന്നത്തെ രാത്രിയിൽ മിനയിൽ കഴിഞ്ഞുകൂടുക, ഇതും സുന്നത്തായ കാര്യമാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കുക അഥവാ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നേരിട്ട് ചുംബിക്കുകയോ കൈകൊണ്ട് തൊട്ട് ചുംബിക്കുകയോ അല്ലെങ്കിൽ വടികൊണ്ട് തൊട്ട് ചുംബിക്കുകയോ ചെയ്യൽ സുന്നത്താണ്. ദുൽഹജ്ജ് 9ന്റെ അന്ന് അറഫ കഴിഞ്ഞ് മഗ്രിബും ഇശായും മുസ്ദലിഫയിൽ വന്ന് ജംഉ തഖ്ദീമായിട്ട് നമസ്കരിക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് 9ന്റെ അന്ന് രാത്രി അഥവാ ദുൽഹജ്ജ് 10ന്റെ രാവ് കഴിഞ്ഞുകൂടി ഫജ്ർ നമസ്കാരം മുതൽ ശുറൂഖ് വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ മഷ്അറുൽ ഹറാം പള്ളിന്റെ മുമ്പിൽ ഇരിക്കുകയും ദിക്ർ ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും സുന്നത്തായ കാര്യമാണ്. ഇങ്ങനെ ഏകദേശം 10ഓളം പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാജിബാത്തുകളും സുന്നത്തുകളും കൃത്യമായി മനസ്സിലാക്കി ചെയ്യുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും അള്ളാഹു കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.